നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാഹമോചനം ആവശ്യപ്പെട്ട് തമിഴ് സൂപ്പർ താരവും ടിവിക്ക് നേതാവുമായ വിജയുടെ ഭാര്യ സംഗീത കഴിഞ്ഞ ദിവസം കോടതിയെ സമീപിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ ആരാധകർ ഒന്നടങ്കം നടുങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, വിജയ്ക്ക് ഒരുപാട് ആരാധകരുണ്ട്. നമ്മൾ റോൾ മോഡലായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇത്രയധികം ആരാധിക്കുന്നവർ അവർക്കെതിരെ ചില ആരോപണങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാധകരെയും അത് വലിയ രീതിയിൽ വിഷമിപ്പിക്കും. വിജയ്ക്ക് വിവാഹേതര ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോൾ വിവാഹമോചനം തേടിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരു മുൻനിര നടിയുമായി ബന്ധപ്പെട്ട് ചില അഭ്യൂഹങ്ങളൊക്കെ പലപ്പോഴും ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ എതിർ പാർട്ടിക്കാർ ഇന്ന നടിയുമായിട്ട് അദ്ദേഹം ഒന്നിച്ചു വന്നപ്പോൾ, ഒരു ഫംഗ്ഷൻ ഒന്നിച്ചു വന്നപ്പോൾ അത് വലിയ രീതിയിലൊരു ആരോപണമായിട്ട് ഉയർത്തിയിരുന്നു. ഈ ആരോപണങ്ങളൊക്കെ നിലനിൽക്കവെയാണ് ഒരു മുൻനിര നടിയുമായി വിജയ്ക്ക് അവിഹിതമുണ്ട് എന്ന ആരോപണം സ്വന്തം ഭാര്യ തന്നെ ഉന്നയിച്ച് വിജയ്ക്കെതിരെ വിവാഹമോചന നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. 2021 മുതൽ ഒരു നടിയുമായി വിജയ്ക്ക് വിവാഹേതര ബന്ധമുണ്ടെന്നും വിലക്കിയിട്ടും അത് തുടർന്നെന്നുമാണ് വിവാഹമോചന ഹർജിയിൽ വ്യക്തമാക്കുന്നത്. വിജയുടെ കടുത്ത ആരാധികയായിരുന്ന സംഗീത 1999 വിജയ് വിവാഹം കഴിക്കുന്നത്. ലണ്ടൻ ആസ്ഥാനമായുള്ള വ്യവസായി സ്വർണലിംഗത്തിന്റെ മകളാണ് സംഗീത. ശ്രീലങ്കൻ തമിഴ് വംശജ കൂടിയായിരുന്നു വിജയുടെ ഭാര്യ സംഗീത. 1996 പുറത്തിറങ്ങിയ പൂവേ ഉനക്കാക എന്ന ചിത്രം കണ്ട ശേഷമാണ് വിജയിയോട് സംഗീതയ്ക്ക് ആരാധനയുണ്ടാകുന്നത്. വിജയെ കാണുന്നതിനായി മാത്രം സംഗീത ലണ്ടനിൽ നിന്നും ചെന്നൈയിലേക്ക് എത്തി. ലണ്ടൻ സർവകലാശാലയിൽ പഠിക്കുന്ന സമയത്ത് വിജയ്ക്ക് സംഗീത നിരവധി കത്തുകൾ എഴുതി. സൗഹൃദം പ്രണയമായി. 1999 ഓഗസ്റ്റ് 25 ക്രിസ്ത്യൻ ഹിന്ദു ആചാരപ്രകാരം ഇരുവരും വിവാഹിതരായി. ആരാധകരുടെയൊക്കെ സാന്നിധ്യത്തിൽ നടന്ന അതിഗംഭീരമായ വിവാഹമാണ്. 25 വർഷങ്ങൾക്ക് ശേഷം ആ വിവാഹബന്ധം ഇത്തരത്തിൽ അവസാനിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു വിവാഹം ആ ഒരു ബന്ധം അത് തുടരാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് അവസാനിപ്പിക്കേണ്ടി വരുന്നു എന്നത് ആരാധകരെ സംബന്ധിച്ചും വലിയ വേദന ഉണ്ടാക്കുന്ന വാർത്ത തന്നെയാണ്. വിജയ്ക്കും സംഗീതയ്ക്കും 2 മക്കളുണ്ട്. മകൻ ജെയ്സൺ സഞ്ജയ്, മകൾ ദിവ്യ സാഷ. 2009 പുറത്തിറങ്ങിയ വേട്ടയ്ക്കാരൻ എന്ന സിനിമയിൽ ജെയ്സൺ സഞ്ജയ് വിജയ്ക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. 2016 പുറത്തിറങ്ങിയ തെരി എന്ന ചിത്രത്തിൽ മകളും വേഷമിട്ടിട്ടുണ്ട്. സന്ദീപ് കിഷൻ നായകനാകുന്ന സിഗ്മ എന്ന ചിത്രത്തിലൂടെ ജെയ്സൺ സംവിധായകനായി അരങ്ങേറ്റം കുറിക്കും. ദിവ്യ ഒരു ബാഡ്മിൻ്റൺ കളിക്കാരിയാണ്, അതായത് മകൾ ഒരു ബാഡ്മിൻ്റൺ കളിക്കാരിയാണ്. 2021 മുതൽ ഒരു നടിയുമായി വിജയ്ക്ക് വിവാഹേതര ബന്ധമുണ്ടെന്നും താൻ അത് കണ്ടുപിടിച്ചെന്നും അത് വിലക്കിയിട്ടും ആ ബന്ധം തുടർന്നെന്നുമാണ് ഹർജിയിൽ പ്രധാനമായും സംഗീത മുന്നോട്ട് വയ്ക്കുന്ന ഗുരുതര ആരോപണം. നടിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാമെന്ന് വിജയ് വാഗ്ദാനം ചെയ്തതാണ്. പക്ഷെ ആ വാഗ്ദാനം വിജയ് ലംഘിച്ചു, അത് പാലിച്ചില്ല. ഇതോടെ താൻ മാനസികമായി തകർന്നിരിക്കുകയാണ്. 48 വയസ്സുകാരിയാണ് സംഗീത. 5 വർഷത്തിലേറെയായി ഇവർ വേർപിരിഞ്ഞാണ് ജീവിക്കുന്നത്. വിജയ് നടിക്കൊപ്പം വിദേശത്ത് പോകാറുണ്ടെന്നും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുന്നത് തനിക്കും മക്കൾക്കും അപമാനകരമാണെന്നും പരാതിയിൽ സംഗീത ആരോപിക്കുന്നുണ്ട്. ഒത്തുതീർപ്പ് ശ്രമം പരാജയപ്പെട്ടതിൽ വിവാഹമോചനം വേണമെന്നാണ് സംഗീത ഉന്നയിക്കുന്ന ആവശ്യം. എന്തായാലും വളരെയധികം നടക്കുന്ന വാർത്തയാണ്. വിവാഹമോചനം ആവശ്യപ്പെട്ട് വിജയിയുടെ ഭാര്യ സംഗീത കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ചെങ്കൽപ്പേട്ട് കോടതിയിലാണ് ഹർജി ഫയൽ ചെയ്തത്. ഏപ്രിൽ 20 ഹാജരാകാൻ കോടതി വിജയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു നടൻ എന്നതിലുപരി ഇപ്പോൾ വിജയ് ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ്. വിജയുടെ രാഷ്ട്രീയ ഭാവിയെ ഉറ്റുനോക്കുന്നവരെല്ലാം നടുക്കിയിരിക്കുകയാണ്. ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ അത് എത്രത്തോളം ഒരു രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്നതൊരു ചോദ്യം തന്നെയാണ്. എതിർ കക്ഷികൾ ശക്തരാണ്. തീർച്ചയായിട്ടും ഒരു ചെറിയ ആരോപണങ്ങൾ പോലും വലിയൊരു ആയുധമാക്കി എടുക്കാൻ അവർക്ക് ശക്തിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം വിജയ്ക്കുള്ള രാഷ്ട്രീയ ആയുധമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. വിജയ്ക്ക് ഒരു പ്രമുഖ നടിയുമായി വിവാഹേതര ബന്ധമുണ്ടെന്ന സംഗീതയുടെ ആരോപണം രാഷ്ട്രീയ എതിരാളികൾക്ക് കിട്ടിയ വലിയൊരു ആയുധമായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും തമിഴ് രാഷ്ട്രീയം നോക്കുമ്പോൾ അവരുടെ നേതാക്കളുടെ സ്വഭാവശുദ്ധി, കുടുംബജീവിതം, അതൊക്കെ അവർ നോക്കാറുണ്ട്. അതിനവർ പ്രാധാന്യം നൽകാറുണ്ട്. ഭാര്യയെ വഞ്ചിച്ചു എന്ന ആരോപണം, പ്രത്യേകിച്ച് ഈ കുടുംബ ബന്ധത്തിൽ ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ഭർത്താവ് ഒരു സ്ത്രീയെ വഞ്ചിച്ചു എന്ന് കണ്ടാൽ തീർച്ചയായിട്ടും ആ വ്യക്തിയോട് ഒരു ദേഷ്യം എല്ലാവർക്കും തോന്നും. സ്വാഭാവികമായിട്ട് സ്ത്രീക്കൊപ്പം തന്നെ ജനങ്ങൾ നിൽക്കും. അങ്ങനെയെങ്കിൽ ഭാര്യയെ വഞ്ചിച്ചു എന്ന ആരോപണം കുടുംബ വോട്ടർമാർക്കിടയിൽ വിജയുടെ പ്രതിച്ഛായയെ വലിയ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയിൽ ഉണ്ട്. DMKയും AIADMKയും വിജയുടെ വ്യക്തിപരമായ പ്രശ്നത്തെ രാഷ്ട്രീയമായി എങ്ങനെ ഉപയോഗിക്കുമെന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ആയുധമായിട്ടുള്ള പ്രസ്താവനകൾ ഉണ്ടാകുമോ എന്നതും ഇനി വരും ദിവസം കണ്ടറിയേണ്ടതാണ്.
വിജയുമായി ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്ന നടിയുടെ പേര് വെളിപ്പെട്ടാൽ അത് തമിഴ് സിനിമ രാഷ്ട്രീയ ലോകത്ത് വലിയ സ്ഫോടനങ്ങൾക്ക് വഴിവെക്കും. പക്ഷേ ഇപ്പോൾ ഈ വിവാഹമോചന വാർത്തകളോടൊന്നും വിജയ് പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ ഒരു വാർത്തകളൊക്കെ പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. വിജയുടെ പ്രതികരണം ഏറ്റവും ശ്രദ്ധേയമാണ്. തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടി വിജയ് രൂപീകരിക്കുന്നു. സംസ്ഥാന ഭരണത്തിലേക്ക് ഉന്നമിടുന്ന ഒരു പാർട്ടിയാണ്. മുഖ്യമന്ത്രിയാകാനുള്ള ലക്ഷ്യത്തിലേക്ക് വിജയ് കുതിച്ചുകൊണ്ടിരിക്കുന്നു. ജനങ്ങളൊക്കെ വിജയ്ക്കൊപ്പമുണ്ട്. ഇപ്പോൾ തുടങ്ങിയ പാർട്ടിയാണെങ്കിലും ആ പാർട്ടിയിൽ എത്രത്തോളം ആൾക്കാരുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട കാഴ്ചയാണ്. അപ്പോൾ ഈ ഒരു വിവാഹമോചന കേസ് കരിയറിലെ ഒരു പ്രതിസന്ധിയായി ഉടലെടുക്കുമോ എന്നതും ഒരു ചോദ്യമാണ്. കേവലം ഒരു കുടുംബ പ്രശ്നം എന്നതിലുപരി ഇത് വിജയുടെ രാഷ്ട്രീയ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി തമിഴ് രാഷ്ട്രീയ വൃത്തങ്ങൾ വീക്ഷിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ വലിയൊരു ശതമാനം സ്ത്രീ വോട്ടർമാരും വിജയുടെ ആരാധകരാണ്. എന്നാൽ കുടുംബത്തോട് നീതി പുലർത്താത്ത വ്യക്തി എന്ന പ്രതിച്ഛായ വിജയ്ക്ക് വന്നാൽ, വിജയ് എന്ന നടനുപരി വിജയ് എന്ന രാഷ്ട്രീയക്കാരന് വന്നാൽ ഈ വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. മാത്രമല്ല, സംഗീതയുടെ ഹർജിയിൽ താൻ മാനസികമായി തകർന്നുവെന്നും ബന്ധം തുടരില്ല എന്ന് പറഞ്ഞിട്ടും അത് വീണ്ടും തുടർന്നുവെന്നും വൈകാരികമായി തന്നെ സംഗീത പറയുന്നുണ്ട് ഹർജിയിൽ. ഇതൊക്കെ വിജയ്ക്കെതിരെ വലിയ രീതിയിൽ ഉപയോഗിക്കപ്പെടാം. സ്ത്രീ വോട്ടർമാർക്കിടയിൽ വിജയ്ക്കെതിരെ വലിയ രീതിയിൽ ഇതൊരു ആയുധമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കലൈഞ്ചർ കരുണാനിധിയെയോ MGRനെയോ പോലെ ഒരു യുഗപുരുഷനാകാൻ ശ്രമിക്കുന്ന വിജയ്ക്ക് തുടക്കത്തിലെ ഇത്തരമൊരു ആക്ഷേപം അല്ലെങ്കിൽ ആരോപണം അത് സ്വന്തം കുടുംബത്തിൽ നിന്ന് സ്വന്തം ഭാര്യ തന്നെ 25 വർഷം വിജയ്ക്കൊപ്പം ജീവിച്ച ഭാര്യ തന്നെ അദ്ദേഹത്തിനെതിരെ തിരിയുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ പരാതിയുമായി വരുമ്പോൾ താൻ മാനസികമായി തന്നെ തൻ്റെ ഭർത്താവ് തളർത്തുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അവിഹിത ബന്ധമുണ്ട് എന്ന് വിവാഹേതര ബന്ധമുണ്ട് എന്ന് ഭാര്യ തന്നെ കോടതിയിൽ സമീപിക്കുമ്പോൾ അതെങ്ങനെയാണ് വിജയ്ക്കൊരു കരിനിഴലായി മാറുന്നത് എന്നതും ഒരു വലിയൊരു ചോദ്യമാണ്. രാഷ്ട്രീയ എതിരാളികൾ അതിനെ ശക്തമായി തന്നെ ഉപയോഗിക്കും. പക്ഷെ അത് വോട്ടർമാർക്കിടയിൽ അതൊരു ബ്ലാക്ക് മാർക്കായി വീഴുമോ എന്നതും ഒരു ചോദ്യം തന്നെയാണ്. 2021 മുതൽ വിജയ്ക്കൊപ്പം അഭിനയിച്ച നടിമാരുടെ പേരുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേൾക്കുന്നത്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം DMK ഉൾപ്പെടെയുള്ള വലിയ പാർട്ടികളെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. സംഗീതയുടെ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ ചരടുവലികളുണ്ടോ എന്ന സംശയമാണ് വിജയ് ആരാധകർ ഉയർത്തുന്നത്. വിജയ് രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം വ്യക്തിപരമായി തകർക്കാൻ ശ്രമിക്കുകയാണെന്ന വാദം ഒരു വിഭാഗം ആരാധകർ ഉയർത്തുന്നുണ്ട്. സംഗീതം തന്നെ നേരിട്ട് കോടതിയെ സമീപിച്ചത് ഈ വാദത്തിന് മുന്നേ ഒടിക്കുകയാണ്. സംഗീതം തന്നെ നേരിട്ടെത്തി കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് അതിനെ വിലയിരുത്താനാകുമോ എന്നത് ഒരു ചോദ്യം. കുടുംബം സംരക്ഷിക്കാൻ കഴിയാത്തയാൾ എങ്ങനെ നാട് നന്നാക്കുമെന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. തമിഴ് ടോക്ക് ഷോകളിൽ ഇതിനോടകം ഈ ഒരു അതായത് ചർച്ചകളിലൊക്കെ ഇത്തരത്തിലൊരു ചോദ്യമൊക്കെ ഉയർന്നു കഴിഞ്ഞു. തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഈ കേസ് കോടതിയിൽ വരുന്നത് വിജയുടെ പാർട്ടി അണികളുടെ ആത്മവീര്യം കെടുത്തും. വിജയ് രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ ഇനി എന്ത് പറയുമെന്ന് നിർണായകം. ഈ വിവാദങ്ങൾ അവഗണിച്ചാൽ അത് കൂടുതൽ തിരിച്ചടിയാകും. മറുപടി പറയേണ്ടതായിട്ടുണ്ട്. വിജയുടെ മറുപടി എന്താണ് എന്നാണ് ആരാധകർ ഒന്നടങ്കം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.